ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രേഷ്മ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നമുക്ക് വീട്ടിൽ തന്നെ ഫേഷ്യൽ കിറ്റ് യൂസ് ചെയ്തിട്ട് ഫേഷ്യൽ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് VLCCയുടെ ഗോൾഡൻ ഫേഷ്യൽ കിറ്റാണ്. ഇതിൽ ആക്ച്വലി 6 സ്റ്റെപ്പ് ഉണ്ട്. ആ 6 സ്റ്റെപ്പിൻ്റെയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് എഴുതി കാണിച്ചിട്ടുണ്ട്, പുറകിലായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലുള്ള എല്ലാ പാക്കറ്റിൻ്റെ മേളിൽ ഇത് ഏത് സ്റ്റെപ്പിലാണ്, എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതും എത്ര നേരം വെക്കണമെന്നും എല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക, ഒപ്പം ടോണും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ക്ലെൻസർ ആൻഡ് ടോണർ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് പോഴ്സിനെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇത് സഹായിക്കും എന്നാണ് പറയുന്നത്. ഇതിൽ അലോവേര ജെല്ലുണ്ട്. അത് തന്നെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും വളരെ നല്ലതാണ്. ഇത് മുഖത്ത് നന്നായിട്ടൊന്ന് പുരട്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് മസാജ് ചെയ്തിട്ട് എന്നിട്ട് ഒരു വെറ്റ് വൈപ്പോ അല്ലെങ്കിൽ ഒരു നാപ്കിനോ ഒരു നനഞ്ഞ തുണിയോ എന്തെങ്കിലും വെച്ച് മുഖം നന്നായിട്ട് തുടച്ചു മാറ്റുക. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ സ്ക്രബിംഗ് ആണ് ചെയ്യുന്നത്. ഈ ഒരു സ്ക്രബ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഡീടോക്സിഫൈ ചെയ്യും. അതുപോലെ സ്കിന്ന് നല്ല സ്മൂത്ത് ആക്കാൻ സഹായിക്കും. ഇത് 24 കാരറ്റ് ഗോൾഡും ടർമറിക്കും എൻറിച്ച്ഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മസാജ് ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പ് ബ്ലാക്ക് ഹെഡ്സ് അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സിനെ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്യാൻ, എക്സ്ഫോലിയേറ്റ് ചെയ്യുമ്പോൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ പോഴ്സിനെ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും സ്കിന്ന് നല്ല സ്മൂത്ത് ആൻഡ് റേഡിയൻ്റ് ആക്കി വെക്കാൻ സഹായിക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗോൾഡ് ജെൽ അപ്ലൈ ചെയ്യാണ്. ഈ ഒരു ജെല്ല് ആവശ്യത്തിന് നമ്മുടെ കയ്യിലെടുത്തിട്ട് മുഖത്തും നെക്കിലായിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മുഖത്ത് അബ്സോർബ് ആവുന്ന വരെ നന്നായിട്ട് മസാജ് ചെയ്യുക. ഉള്ളിലേക്ക് അത് നന്നായിട്ട് ഇറങ്ങണം. അതുവരേക്കും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ഗോൾഡ് ക്രീം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ പോലെ ഗോൾഡ് ജെല്ല് അപ്ലൈ ചെയ്ത പോലെ തന്നെ ഇതും കയ്യിൽ കുറച്ചെടുത്തിട്ട് മുഖത്തും കഴുത്തിലുമായിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയത് കാണുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പാണ് പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്യാനുള്ളത്. ഇതൊരു യെല്ലോയിഷ് ജെല്ല് പോലൊരു സ്റ്റിക്കി ജെല്ല് പോലത്തതാണ്. ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണം, സ്പെഷ്യലി മൂക്കിൻ്റെ ഏരിയയിൽ, അതുപോലെ ചിന്നിൻ്റെ ഭാഗത്ത്. കാരണം അവിടെയാണ് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കോൺസെൻട്രേറ്റ് ചെയ്തുണ്ടാവുന്നത്. അപ്പോൾ അവിടെ കൂടുതൽ ശ്രദ്ധിച്ച് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 20 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചേക്കണം. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പീൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫൈനൽ സ്റ്റെപ്പാണ് മോയ്സ്ചറൈസേഷൻ. മോയ്സ്ചറൈസറായിട്ട് ഇവിടെ തന്നിരിക്കുന്നതിൽ SPF 15 PA+ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ സ്കിന്നിനെ UVB അല്ലെങ്കിൽ UVA റേസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഇതും നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. മുഖത്തും നെക്കിലുമായിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഈ ഫേഷ്യൽ കിറ്റിലെ 6 സ്റ്റെപ്സ് ചെയ്യുന്ന രീതി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഇനിയും വീഡിയോസ് കാണാൻ വേണ്ടി ചാനലിലേക്ക് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ഓൺ ചെയ്തിടുക, പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ കിട്ടുന്നതിനായിട്ട്. ഒപ്പം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ എന്നോട് ചോദിക്കുക. അതല്ലെങ്കിൽ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ലിങ്ക്സ് എല്ലാം തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫീൽ ഫ്രീ ടു കോൺടാക്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ ഫ്രണ്ട്സിനൊപ്പം ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരേക്കും വീഡിയോ കണ്ടിരുന്നതിൽ ഒരുപാട് നന്ദി. ടേക്ക് കെയർ. ബൈ.